ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏകീകൃത സിവിൽ കോഡിനെ പിന്തുണയ്ക്കുകയാണ് ഇടത് സഹയാത്രികനും മുൻ MP-യുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഓരോ വിഭാഗത്തിനും പ്രത്യേകം നിയമം നിലനിൽക്കുന്നത് രാജ്യത്ത് അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വഖഫ് അധിനിവേശത്തിനും മുനമ്പത്തെ ഭൂമി പ്രശ്നത്തെയും കുറിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു സെബാസ്റ്റ്യൻ പോൾ വ്യക്തമായി സ്വതന്ത്രമായും അഭിപ്രായം നിർഭയം തുറന്നു പറഞ്ഞത്. ഏക സിവിൽ കോഡിനെ കുറിച്ച് അവസരം കിട്ടുമ്പോഴൊക്കെ താൻ നിലപാട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ ഒരു നിയമം എന്ന തലത്തിൽ പലയിടത്തും താൻ തുറന്നെഴുതിയിട്ടുണ്ടെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. ഓരോ മതത്തിന്റെയും വ്യത്യസ്തമായ വ്യക്തി നിയമങ്ങൾക്കനുസരിച്ച് രാജ്യം പോയാൽ അനിശ്ചിതമായ അവസ്ഥയുണ്ടാകും ഈ രാജ്യത്തിന്. എന്നാൽ ഏത് നിയമം കൊണ്ടുവരുമ്പോഴും ആരോഗ്യകരമായ ചർച്ചകളും ഭേദഗതികളും ഉണ്ടാകുമെന്നും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. രാജ്യത്തിന്റെ വൈവിധ്യത്തെ നമ്മൾ അംഗീകരിക്കണം. എന്നാൽ രാജ്യത്ത് ഈ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും ബാധകമായ ഒരു നിയമം തന്നെ ഉണ്ടാകണം. അതുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡിനെ തത്വത്തിൽ അംഗീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്ത്യാനി കാനോൻ നിയമവും മുസ്ലിങ്ങൾ വഖഫ് നിയമവും ഹിന്ദുക്കൾ അവരുടെ നിയമവും നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഈ രാജ്യത്ത് വലിയ രൂപത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകും. ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള അനിശ്ചിതത്വം നമ്മുടെ ജീവിതത്തെയും സാമൂഹിക ക്രമത്തെയും ആകെ ബാധിക്കുന്ന അപകടകരമായ അവസ്ഥയാണ്. മുനമ്പത്ത് നടക്കുന്ന സമരം ന്യായമാണ്. വില കൊടുത്തു വാങ്ങിയ ഭൂമി രഹസ്യമായി ഏകപക്ഷീയമായി അസാധുവാക്കി വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതിൽ സർക്കാരും കോടതിയും ഇടപെടണം. അതുകൊണ്ട് തന്നെ മുനമ്പത്തുകാർ നടത്തുന്ന സമരം ന്യായമാണ് എന്ന് പറയേണ്ടി വരുമെന്നും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. ഒരൊറ്റ രാജ്യം, ഒരൊറ്റ നീതി മതി. ഈ രാജ്യത്ത് മതേതര രാജ്യമാണിത്. ഇവിടെ മതത്തിന്റെ പേരിൽ പ്രത്യേകം ഓരോ മതവിഭാഗങ്ങൾക്കും ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിച്ചിട്ടുണ്ട്. സിവിൽ നിയമങ്ങൾ അങ്ങനെ പ്രത്യേകമായിട്ട് എങ്ങനെ കൊടുക്കും? ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിക്കുമ്പോൾ ഒരു മതവിഭാഗത്തിനും ഒരു പ്രശ്നവുമില്ല. 6-ാം നൂറ്റാണ്ടിന്റെ മതം മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആരും വെല്ലുവിളിച്ചില്ല. പിന്നെ എങ്ങനെയാണ് സിവിൽ നിയമങ്ങൾ മാറ്റാൻ പറയുമ്പോൾ ഇവർ ഇത്രമാത്രം അട്ടഹാസങ്ങൾ ഉണ്ടാക്കുന്നത്? നരേന്ദ്രമോദി വഖഫ് നിയമം ഭേദഗതി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കും. ഏതാനും മണിക്കൂറുകൾ മാത്രമേ വഖഫ് നിയമത്തിന് ബാക്കിയുള്ളൂ. 25-ാം തീയതി ശീതകാല സമ്മേളനത്തിന്റെ 1-ാം ദിവസം വഖഫിനെ ആട്ടിമുട്ടി മാറ്റി തിരുത്തുന്നു. വഖഫ് നിയമം റദ്ദ് ചെയ്ത് വേണമെങ്കിൽ പുതിയ ഭേദഗതി നിയമം കൊണ്ടുവരാം. അതല്ലെങ്കിൽ അത് റദ്ദ് ചെയ്യുന്ന നിയമമാണ് കാറ്റൻട്രി ആയിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അതേസമയം അടുത്ത ഒരു അമിട്ട് കൂടി പൊട്ടിക്കാൻ അമിത്ഷാ തയ്യാറായി നിൽക്കുകയാണ്. വഖഫ് നിയമം റദ്ദ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു രാജ്യത്തിന് ഒരൊറ്റ സിവിൽ നിയമം, ക്രിമിനൽ നിയമം എന്ന രൂപത്തിൽ ഏക സിവിൽ കോഡ് കൂടി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. ജനങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് വഖഫ് ബോർഡ് വേണ്ട, ഞങ്ങൾക്ക് പൊതു സിവിൽ കോഡ് മതി. നിയമം വേണ്ട. മതങ്ങളുടെ സിവിൽ നിയമം വലിച്ചെറിഞ്ഞ് രാജ്യത്ത് എല്ലാവർക്കും ഏക സിവിൽ കോഡ് മതി. രാജ്യത്ത് BJP തകർപ്പൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും മിന്നുന്ന പ്രകടനം നടത്തിയപ്പോൾ ഇത് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നടന്ന എല്ലാ പൊതുയോഗത്തിലും കേന്ദ്രമന്ത്രി അമിത്ഷാ ആവർത്തിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു. അത് ഇപ്രകാരമായിരുന്നു: രാജ്യത്ത് വഖഫ് നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തും, നിലവിലുള്ള നിയമം റദ്ദ് ചെയ്യുമെന്നും പുതിയ വഖഫ് നിയമം വരും എന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകളും മതമൗലികവാദികളുടെ എതിർപ്പുകളും ചൂണ്ടിക്കാട്ടി അമിത്ഷാ പറഞ്ഞത്. നിയമത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ ഒരു ശക്തിക്കും തടയാനാവില്ല എന്നായിരുന്നു. പാർലമെന്റിൽ നടപ്പ് സമ്മേളനത്തിൽ തന്നെ പാസാക്കുമെന്നും ഒരു ശക്തിക്കും അതിനെതിരെ പ്രവർത്തിക്കാനാവുകയില്ല എന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നും രാജ്യത്ത് ഒരു നിയമം എല്ലാ പൗരന്മാർക്കും നടപ്പിൽ വരുത്തുമെന്നും ഒരു ശക്തിക്കും ഏക സിവിൽ കോഡിനെ തടയാൻ സാധിക്കുകയില്ല എന്നും പറഞ്ഞിരുന്നു. അതല്ലേ വേണ്ടത്? ഈ ഒരു പൊതു നിയമം ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി കൊണ്ടുവരുമ്പോൾ ഈ മതസാമുദായിക നേതാക്കന്മാരുമായിട്ട് കൂടിയാലോചിക്കണം എന്നത് എവിടത്തെ നിയമമാണ്? രാജ്യത്തിന്റെ പുരോഗതി, ബാങ്കിംഗ് നിയമങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ, റോഡ് നിയമങ്ങൾ, മറ്റ് ക്രിമിനൽ നിയമങ്ങളെല്ലാം രാജ്യത്ത് ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ ഒരേ നിയമത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എത്ര വേണമെങ്കിലും കെട്ടാം, എങ്ങനെ വേണമെങ്കിലും ഒഴിവാക്കാം. അനന്തര സ്വത്ത് ആണിന് കിട്ടുന്നതിന്റെ പകുതി മതി പെണ്ണിന്. ദത്ത്, വഖഫ്, ട്രസ്റ്റ്, ഇത്തരം നിയമങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ ഇഫ് ദി പാർട്ടീസ് വെർ മുസ്ലിം ദി റൂൾ ഓഫ് ലോ ഷാൽ ബി ദി മുസ്ലിം പേഴ്സണൽ ലോ. ഈ നിയമം ഇനി ഇവിടെ പറ്റില്ല. മുസ്ലിങ്ങളാണ് പാർട്ടികളെങ്കിൽ അവർക്ക് ശരീഅത്ത് നിയമമാണ് ഫോളോ ചെയ്യേണ്ടതെങ്കിൽ അവരോട് പറയാൻ കഴിയണം, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ.
നിങ്ങൾക്ക് അവിടെയാണ് കാത്തിരിക്കുന്നത് ഇഷ്ടമുള്ള നിയമങ്ങൾ. അവിടെ നിങ്ങൾ സമരം ചെയ്യേണ്ടി വരില്ല. നിങ്ങൾ താലോലിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് കിട്ടും. അതുകൊണ്ട് പൊയ്ക്കോ പാകിസ്ഥാനിലേക്ക് എന്ന് പറയാൻ ഇവിടെ ഒരു ജനാധിപത്യ സർക്കാർ വേണം. അത് നരേന്ദ്രമോദിക്ക് സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ എവിടെയും ഏക സിവിൽ കോഡിന് വേണ്ടിയും പ്രവർത്തിക്കുമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിയ മുദ്രാവാക്യം ഏക സിവിൽ കോഡും വഖഫിനെ ഇല്ലാതാക്കും എന്നുള്ള പ്രഖ്യാപനങ്ങൾ കേൾക്കുക തന്നെ ചെയ്തു. ഝാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ ജനവിധി രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നും നിലവിലെ വഖഫ് നിയമം റദ്ദ് ചെയ്യും എന്നും പരസ്യമായി വിളിച്ചു പറഞ്ഞാണ് BJP വോട്ട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഈ BJP തരംഗത്തിന് പിന്നിൽ വഖഫ് നിയമത്തിനെതിരായിട്ടുള്ള ജനവിധിയാണ്. നിയമം നിലവിലുള്ളത് റദ്ദ് ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിന് കയ്യടിയാവുകയാണ്. പുതിയ ജനവിധി രാജ്യത്തെ ഏക സിവിൽ കോഡിന്റെ ആവശ്യകത അംഗീകരിക്കുന്നു. കാലങ്ങളായി BJP ഉയർത്തുന്ന മുദ്രാവാക്യമാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി BJP നടത്തിയ പ്രചരണം വീണ്ടും അനുകൂലമായി വന്നിരിക്കുകയാണ്. ഏക സിവിൽ കോഡിലേക്കാണ് BJPയുടെ അടുത്ത നീക്കമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതിനിടെ മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ നില അനുസരിച്ച് കോൺഗ്രസ് സഖ്യം വീണ്ടും താഴേക്ക്. BJP സഖ്യം വീണ്ടും കുതിച്ച് സീറ്റിന്റെ നില 217 ഉറപ്പാക്കി. കോൺഗ്രസും 8ഓളം സഖ്യകക്ഷികൾക്കും കൂടി 50 സീറ്റുകൾ പോലും തികയ്ക്കാനായിട്ടില്ല. കോൺഗ്രസ് സഖ്യത്തിലെ കക്ഷികളിൽ പലർക്കും ഒറ്റയക്കം കടക്കാനായിട്ടില്ല എന്നതും പരാജയത്തിന്റെ ആഴം കൂട്ടുകയാണ്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന എല്ലായിടത്തും BJPക്ക് തിരിച്ചടി. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തിലേക്ക്. പാലക്കാട് BJPക്ക് UDFനെ തളയ്ക്കാനായില്ല എന്ന് മാത്രമല്ല കയ്യിലുണ്ടായിരുന്ന വോട്ട് പോലും പിടിക്കാനായില്ല. തോറ്റ് ഒടുവിൽ കഴിഞ്ഞ പാർലമെന്റിലും തോറ്റു നിൽക്കുന്ന കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നായിരുന്നു പാലക്കാട്ടെ BJPയിലെ നിരവധി നേതാക്കളുടെ ആവശ്യം. ശോഭാ സുരേന്ദ്രനായി വൻ മുറവിളിയും ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട ഒറ്റ വഴക്കിലും മറ്റുമാണ് സന്ദീപ് വാര്യർ പിണങ്ങിയതും പിന്നീട് BJP വിട്ടതും. സന്ദീപ് വാര്യർക്ക് വലിയ തോതിൽ പാലക്കാട് BJPയുടെ പരാജയം ഉറപ്പാക്കാനായി. സന്ദീപ് വാര്യരെ പാർട്ടിയിൽ നിർത്താൻ ഒരു ചെറിയ നീക്കം പോലും കേരള BJP ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല പുകയുന്നവർ പുറത്തു പോകട്ടെ എന്ന നിലപാടായിരുന്നു. ഇത് ശോഭാ സുരേന്ദ്രനും ഒരു മുന്നറിയിപ്പും പാർട്ടിയുടെ ഭീഷണിയും തന്നെയായിരുന്നു. പാലക്കാട് BJP ഇരന്നു വാങ്ങിയ തോൽവിയെന്നും പറയുന്നു. ചേലക്കരയിൽ LDFും UDFും തമ്മിൽ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. രമ്യ ഹരിദാസ് മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് UDF വിശ്വസിക്കുമ്പോൾ UR പ്രദീപ് മണ്ഡലം നിലനിർത്തും. ഇവിടെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, അവരുടെ സാമുദായിക നേതാക്കൾ ഉണ്ടാക്കിയെടുത്ത, അവരുടെ സമുദായത്തിന്റെ വളർച്ചയ്ക്കു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു നിയമമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഏക സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. നരേന്ദ്രമോദി സർക്കാരിനെയും അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങളെയും പിന്തുണയ്ക്കാൻ കാരണവും ഇത് രാജ്യത്തിന്റെ പ്രൗഢിക്ക് വേണ്ടി, രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടിയാണ് എന്നുള്ളത് തന്നെയാണ്. ഒരിക്കൽ പറയുകയും പിന്നീട് അത് മാറ്റിയും തിരുത്തിയും നിലപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയേണ്ടുന്ന ഒരു അവസ്ഥയേ ഇവിടെയില്ല. ഇപ്പോൾ വഖഫ് വിഷയം തന്നെ നമുക്ക് വളരെ വ്യക്തമായും അറിയുന്ന വസ്തുതയാണ്. വർഷങ്ങളോളമായി കേരള യുക്തിവാദി സംഘത്തിന്റെ കീഴിൽ ഏക സിവിൽ കോഡിനു വേണ്ടി ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുകയും അതിനെക്കുറിച്ച് ധാരാളം ഡേറ്റാസ് റിസർച്ച് ചെയ്ത് സംഘടിപ്പിക്കുകയും അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ സുഹൃത്തായ അഡ്വക്കേറ്റ് അനിൽകുമാർ സർ. അദ്ദേഹം ഇന്നിപ്പോഴിതാ വഖഫ് വിഷയം എന്താണ് എന്ന് ഏതൊരു പൊട്ടന് പോലും മനസ്സിലാകുന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുകയാണ്, മനസ്സിലാക്കി തരികയാണ്. ഷർഷയുടെ കാലം മുതൽ ഈ വഖഫ് എന്ന് പറയുന്ന വഖഫ് പ്രോപ്പർട്ടി, വഖഫ് വസ്തുവകകൾ ഇന്ത്യയിലുണ്ട്. പണ്ട് രാജാക്കന്മാരൊക്കെ വഖഫ് ചെയ്യും. അപ്പോൾ പിന്നെ അന്നത്തെ കാലത്ത് ഒരു കാലത്ത് നമുക്കറിയാം, ഇന്ത്യ മുഗളന്മാരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജ്യം തന്നെ ആ രാജാക്കന്മാരുടെ ആയിരുന്നു. പിന്നീട് അത് മാറി. അതുകൊണ്ട് അവർക്ക് കക്കേണ്ടി വന്നിട്ടില്ല. രാജാവിനറിയാം ഇതിനകത്തൊന്നും കക്കാനില്ല, ഇതെല്ലാം എന്റേതാണ്. പക്ഷെ ഇന്ന് വരുന്ന ഭരണാധികാരികൾക്കറിയാം 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി കൊടുക്കണം, ഇത് എന്റേതല്ല, അതുകൊണ്ടാണ് കക്കുന്നത്. ഭരണം വന്നു, പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒന്ന്, പിന്നെ ബ്രിട്ടീഷ് ഭരണം വന്നു, പിന്നെ ജനാധിപത്യ ഭരണം വന്നു. ഇങ്ങനെ വന്നപ്പോഴൊക്കെ തന്നെ ഈ വഖഫ് വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് തർക്കങ്ങൾ ഇന്ത്യയിലുണ്ടായി. അതിനെ തുടർന്നാണ് ബ്രിട്ടീഷുകാർ 1913 ഒരു റെഗുലേഷൻ കൊണ്ടുവന്നു. ഈ വഖഫ് പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലേഷൻ 1913 ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കി ഇന്ത്യയിൽ നടപ്പാക്കി. അങ്ങനെയാണ് ഒരു വഖഫിന് ഒരു നിയമം ഇന്ത്യയിൽ വരും 1913. പിന്നീട് അത് 1923 അത് വീണ്ടും അത് ഭേദഗതി വരുത്തി കുറച്ചും കൂടി കൂടുതൽ ഏരിയകളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നിയമം കുറച്ചുകൂടി സമഗ്രമാക്കി. പിന്നെ അതിനുശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യ ഭരണഘടന വന്ന് 50 ഭരണഘടന വന്നു. പിന്നീട് 55 ഇന്ത്യ ഗവൺമെന്റ് ഒരു വഖഫ് നിയമം ഉണ്ടാക്കി. ആ നിയമത്തിന് വഖഫ് പ്രോപ്പർട്ടിയെ കുറിച്ചും അതെങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടൊരു സമഗ്രമായിട്ടുള്ള നിയമം ഉണ്ടായി. അപ്പോൾ പിന്നീട് ആ നിയമത്തിനുള്ള ചില പോരായ്മകളൊക്കെ പരിഷ്കരിച്ചുകൊണ്ട് 1995 കോൺഗ്രസ് ഗവൺമെന്റ് കാലത്ത് സമഗ്രമായിട്ടുള്ളൊരു ഭേദഗതി വരുത്തി. ആ ഭേദഗതിയിലൂടെയാണ് ഈ വഖഫ് നിയമം വളരെ വ്യവസ്ഥാപിതമായിട്ട് ഇന്ത്യയിൽ മാറുന്നത്. അതിനകത്ത് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വകുപ്പ് 40-ാം വകുപ്പ് അനുസരിച്ചിട്ട് ഒരു വസ്തു
അത് വഖഫ് വസ്തുവാണെന്ന് വഖഫ് ബോർഡിന് തോന്നുകയാണെങ്കിൽ അവർക്ക് അതിനകത്ത് പ്രൊസീഡ് ചെയ്യാം. ഈ വസ്തു വഖഫ് വസ്തുവാണെന്ന് പറഞ്ഞാൽ അവർക്ക് നോട്ടീസ് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വഖഫ് വസ്തുവാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം വഖഫ് ബോർഡിനില്ല. വസ്തു അതായത് വഖഫിന്റെ കയ്യിൽ ഇത് ഞങ്ങളുടേതാണ് എന്ന് ക്ലെയിം ചെയ്യാൻ ഒരു കുഞ്ഞു പേപ്പറിന്റെ പോലും പിൻബലം ആവശ്യമില്ല എന്ന് ക്ലെയിം ചെയ്യാൻ എല്ലാം തെളിയിക്കേണ്ടത് അവിടുത്തെ കുടിയാന്റെ ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ പൊതുവായിട്ടുള്ള നമ്മുടെ കുടിയാനല്ല, ഈ പ്രോപ്പർട്ടി ആരുടേതാണോ അവരുടെ പ്രോപ്പർട്ടിന്മേലാണല്ലോ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചത്. അതുമുതൽ ഈ പറമ്പിന്റെ യഥാർത്ഥ അവിടെ താമസിക്കുന്ന ഓണർ ആരായി? കുടിയേറ്റക്കാരനായി മാറി. ഇത് എന്റേത് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് എവിടെയാ? ഈ വഖഫ് ബോർഡിന്റെ മുമ്പിൽ തന്നെയാണ്. അവർക്കൊരു ട്രിബ്യൂണൽ ഉണ്ട്. അതുപോലെ ഭരണഘടനയ്ക്കൊക്കെ തന്നെ നമ്മൾ വിശാലമായിട്ടുള്ള ഒരു അക്കാഡമിക് തലത്തിൽ ചിന്തിക്കുമ്പോൾ അതെതിരാണ് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഞാൻ ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാവും ഉദാഹരണം പറയാം. ഇപ്പോൾ ദേവസ്വത്തിന് കുറേ വസ്തുക്കളുണ്ട്. ദേവസ്വത്തിന്റെ വസ്തു അന്യാധീനപ്പെട്ടു, വേറെ ആളെ കൈവശം വെച്ചു. സ്വാഭാവികമായിട്ടും ദേവസ്വത്തിന് തിരിച്ചു പിടിക്കാനുള്ള അവകാശമുണ്ട്. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ദേവസ്വത്തിന്റെ വസ്തുവാണെങ്കിൽ അവർ കോടതിയിൽ അത് ദേവസ്വത്തിന്റെ വസ്തു ആയിരുന്നു എന്നും അതിന് കൃത്യമായിട്ട് റെക്കോർഡ് ഉണ്ടെന്നും ഇന്ത്യയിലെ റെക്കോർഡ് പ്രകാരം അവരുടെ കൈവശമാണെന്നും അത് കൈവശമായിരുന്നു എന്നും ഇപ്പോൾ വേറൊരാൾ കൈവശം വെച്ചേക്കുവാണെന്ന് പറഞ്ഞ് സാധാരണ നമ്മുടെ സിവിൽ കോടതികളിൽ കേസ് കൊടുത്ത് സ്ഥാപിച്ചെടുത്ത് നടത്തിയെടുക്കുക. എന്നാൽ മാത്രമേ വസ്തു ദേവസ്വം കൊണ്ട് തിരിച്ചു കിട്ടൂ. പക്ഷേ ഈ വഖഫ് നിയമം വന്നിട്ട് അതിനെ നേരെ തിരിഞ്ഞാണ്. അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ കൈവശക്കാരനാണ്. അത് വഖഫ് വസ്തു അല്ലാതെ തെളിയിക്കേണ്ടത്. വഖഫ് ബോർഡ് പറഞ്ഞാൽ മതി നിങ്ങളുടെ വസ്തുവിനെ പറഞ്ഞാൽ മതി. അങ്ങനെ വിചാരിക്കാൻ, ഇത് വഖഫ് വസ്തുവാണെന്ന് വിചാരിക്കാനുള്ള ഒരു കാരണം ഉണ്ടെങ്കിൽ അവർക്കത് പറയാം. അപ്പോൾ കുറച്ച് വലിയ വ്യാപ്തിയുള്ളതാണ് അധികാരം. അപ്പോൾ ആ അധികാരം വെച്ചുകൊണ്ട് വഖഫ് ബോർഡ് പല സ്ഥലത്ത് നോട്ടീസ് കൊടുക്കുകയും നോട്ടീസ് കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അല്ല എന്ന് തെളിയിക്കുന്നത് എളുപ്പമല്ല. അപ്പം അങ്ങനെ ഒരുപാട് ലിറ്റിഗേഷൻസ് ഉണ്ട്. പിന്നെ അപ്പോൾ അതിനകത്ത് ആ നിയമം നടപടികളുടെ കാര്യത്തിലും ചില വ്യത്യാസങ്ങളുണ്ടായി. ഇപ്പം ഞാനത് പറഞ്ഞല്ലോ, ഇപ്പോൾ ദേവസ്വത്തിൻ്റെയോ ഒരു പള്ളിയുടെയോ ചർച്ച് പ്രോപ്പർട്ടിയൊക്കെ ആണെങ്കിൽ അവർക്ക് സാധാരണ സിവിൽ കോടതികൾ വഴി, മുനിസിപ്പൽ കോടതിയാണ്, സിവിൽ കോടതികൾ വഴി വ്യവഹാരം നടത്തി വേണം അതിനെ തീരുമാനമെടുക്കാൻ. പക്ഷേ വഖഫ് പ്രോപ്പർട്ടിക്ക് അത് വേണ്ട. അതിന് സിവിൽ കോടതിക്ക് അധികാരമില്ല. അത് പ്രത്യേകിച്ച് ഒരു വഖഫ് ബോർഡ് ഉണ്ടാക്കി. ആ ബോർഡിന് കുറച്ച് അധികാരങ്ങളുണ്ട്. പിന്നെ ട്രിബ്യൂണൽ ഉണ്ടാക്കി. ആ ട്രിബ്യൂണലിൽ അധികാരമുണ്ട്. പിന്നെ അതിന് പുറത്ത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ അപ്പീലൊക്കെ ഉണ്ട്. ചില കാര്യങ്ങളിൽ അപ്പീലില്ലാത്തതുണ്ട്. ഇങ്ങനെ വന്നപ്പോൾ പൊതുവെ നമ്മളിപ്പോൾ ഒരു ഈ 2024 ഇന്ത്യൻ ഭരണഘടനയൊക്കെ സാമാന്യമായിട്ട് പഠിച്ചിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ ഒരു പോളിസി എന്താ? ഇക്വാലിറ്റിയാണ്. ഇക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. നിയമത്തിന് അതൊരുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ഒരു മെസ്സേജാണ് ഇക്വാലിറ്റി ബിഫോർ ലോ. എല്ലാവരും തുല്യരാണ്. ആ തുല്യതയ്ക്ക് വേറെ ചില എക്സെപ്ഷൻസ് കൊടുത്തിട്ട്, പ്രത്യേകിച്ച് ചില സംവരണം പോലെ കാര്യങ്ങളൊക്കെ ഭരണഘടന തന്നെ ചില എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ നോക്കി കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള വ്യവഹാര കാര്യങ്ങളിലൊക്കെ തന്നെ, അല്ല അവസരങ്ങളുടെ കാര്യത്തിൽ എല്ലാത്തിലും തുല്യരാണ്. ആ തുല്യതയ്ക്ക് ചില നമ്മളൊരു അക്കാഡമിക്കായിട്ട് നോക്കുമ്പോൾ ഇതിനെതിരല്ലേ എന്നുള്ള രീതിയിലുള്ള വലിയ രീതിക്കുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പരിധി വരെ നമ്മൾക്ക് ഈ വഖഫ് നിയമത്തിന്റെ 995 അമെന്റ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക അവകാശം വഖഫ് പ്രോപ്പർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള മതങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഉള്ള പരിരക്ഷയെ കൂടുതൽ വഖഫ് പ്രോപ്പർട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് സാമാന്യമായിട്ടുള്ള വായനയിൽ നമുക്ക് മനസ്സിലാവും. അവിടെ നിന്നാണ് തർക്കം ഉത്ഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു യുക്തിവാദി എന്ന രീതിക്ക് നമുക്ക് നോക്കുമ്പോൾ ദൈവത്തിന് തന്നെ പ്രോപ്പർട്ടി, ദൈവത്തിന് തന്നെ വസ്തുവകൾ, ദൈവം ഇതെല്ലാത്തിൻ്റെ ഉടമസ്ഥല്ലേ. ദൈവത്തിന് നമ്മളിൻ്റെ മനുഷ്യനെ വസ്തു കൊടുത്തിട്ട് വേണ്ടല്ലോ. അത് പണ്ട് ഏറ്റുമാനൂര് ഈ വിഗ്രഹം ഏഴപ്പന്നാന സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു കള്ളൻ അതേപോലെ കണ്ടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നയനാരി ചോദിച്ചു, ഭഗവാൻ എന്തിനാ പാറാവ് എന്ന് ചോദിച്ചു. ഭഗവാൻ എന്തിനാ പാറാവ്? ഭഗവാനെ സ്വന്തം രക്ഷിക്കാൻ പറ്റി, നാട്ടുകാരെ പോയി രക്ഷിക്കാമെങ്കിൽ പിന്നെ ഭഗവാനെ എന്തിനാണ് നമ്മൾ പോലീസ്, കേരളത്തിലെ പോലീസ് രക്ഷിക്കണേ? ഭഗവാൻ എന്തിനാ പോലീസ് രക്ഷിക്കണേ? ഭഗവാൻ എന്തിനാ പോലീസ് എന്ന് പാറാവെന്ന് നയനാര് സ്വതന്ത്രമായ ശൈലിയിൽ ചോദിച്ചു. എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ചോദിക്കാം, ദൈവത്തിന് എന്നുള്ള ഭൂമി അതും നിസ്സാര ഭൂമിയൊന്നും അല്ലല്ലോ. ഇവിടെ കണക്ക് വായിച്ചല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു നിയമത്തിലുള്ള ഒരു അസന്തുലിതാവസ്ഥ ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. ഏതായാലും നിയമമാണ്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് ഇതിൻ്റെ പൊതുവായിട്ടുള്ള അവസ്ഥ. അപ്പോൾ നമുക്ക് ഈ മുനമ്പത്തേക്ക് വരാം. ഈ മുനമ്പത്ത് സംഭവിച്ചത് 1902 അന്നത്തെ രാജാവ് അബ്ദുൾ സത്താർ സേട്ട്. ഈ അബ്ദുൾ സത്താർ സേട്ട് അങ്ങനെ ഈ നമ്മുടെ ഗുജറാത്തിൽ നിന്ന് കച്ച് മെമൻ ഫാമിലിപ്പെട്ട ആൾക്കാരാണ്. ഈ കച്ച് മെമൻസ് എന്ന് പറഞ്ഞാൽ ഈ കച്ച് മെമൻസ് എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ തന്നെ ഈ ബിസിനസ് കാര്യങ്ങളിൽ താല്പര്യമുള്ളവരും, അങ്ങനെ ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് കൊച്ചിയിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത ഫാമിലിയാണ്. അതാണ് കച്ച് മെമൻസ് എന്ന് പറയുന്നത്. അവരുടെ ആരാധനാ രീതികൾ പോലും വ്യത്യാസമുണ്ട്. സാധാരണ മുസ്ലിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാണാം. ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ഈ കച്ച് മെമൻപ്പെട്ട ആളുകളാണ്. അവരൊക്കെ ഇതിന് വലിയ സമ്പന്നരായിരുന്നു. അപ്പം അങ്ങനെ അവർ ഒരുപാട് രാജാക്കന്മാരൊക്കെ ആയിട്ട് രാജകൊട്ടാരമൊക്കെ ആയിട്ട് ട്രേഡിങ് നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ്. അപ്പം അങ്ങേർക്ക് അവർക്ക് ഈ കൃഷി ചെയ്യാനായിട്ട് ഒരു 1902 ഈ 404 ഏക്കർ 404.8 ഏക്കർ ഭൂമി പാട്ടത്തിന് കൊടുക്കണം. അത് ലീസിന് കൊടുത്തന്നെയാണ്. ആ ലീസിന് കൊടുത്ത വസ്തു
പുള്ളിക്ക് അത് അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല. അവിടെ പിന്നെ അന്നത്തെ കാലത്ത് മുനമ്പം എന്ന് പറഞ്ഞ് വളരെ അത്രയ്ക്ക് വാഹന സൗകര്യം. ഇതിനെ സംബന്ധിച്ചിട്ടാണ് ഇന്നലെ നമ്മുടെ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ചോദിച്ചത്, അള്ളാഹുവിന്റെ പേരിൽ ഒരു വ്യക്തി നൽകിയിരിക്കുന്ന സാധനം എങ്ങനെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും? 1. 2, ഈ സത്താർ സേട്ടി ഭൂമി ഫറൂഖ് കോളേജിന് നൽകുമ്പോൾ പറയുന്നു, ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഇത് തിരിച്ച് എൻ്റെ ശേഷിക്കുന്ന അവകാശികളിലേക്ക് വരും. വഖഫിന് അങ്ങനെ ഒരു ക്രോസ് വയ്ക്കാൻ പറ്റില്ലല്ലോ, അതെങ്ങനെ വഖഫാകും? ഈ 2 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ശങ്കുട്ടി ദാസുമായിട്ട് സംവദിക്കാൻ വേണ്ടി വന്ന വഖഫ് ബോർഡിന്റെ മെമ്പർക്ക് ഒന്നും മറുപടി ഉണ്ടായിരുന്നില്ല. ബബ്ബ അടിച്ചു നിന്നു. കാരണം അള്ളാഹുവിന് വേണ്ടി നമ്മള് വസിയത്ത് ചെയ്യുവാണ്, അള്ളാഹുവിന് വേണ്ടി അതങ്ങ് അർപ്പിച്ച് നൽകുവാണ്, പരലോക വിജയത്തിനു വേണ്ടി, മോക്ഷത്തിനു വേണ്ടി. പിന്നീട് ഇത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അവരത് എന്ത് ചെയ്താലും പ്രശ്നമല്ല എന്ന് വിചാരിക്കണം. ഇനിയും അതുമല്ല, ഒരാൾ വഖഫ് നൽകുന്ന ഭൂമി ഇവർക്ക് അങ്ങനെ രഹസ്യമായിട്ട് ഇടപാടുകൾ നടത്താൻ പറ്റും? ക്രയവിക്രയം നടത്താൻ പറ്റില്ലല്ലോ. ബോട്ടിലും വെള്ളത്തിലൊക്കെ പോകണം. കൃത്യമായി റോഡും പാലങ്ങളൊന്നും ആയിട്ടില്ല. ഒരു ദ്വീപ് തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കി പുള്ളിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത് പുള്ളിക്ക് അതിസമ്പന്നനായിരുന്നു. അദ്ദേഹം അത് 1950 നവംബർ 1 ഡീഡ് ഒരു ഡീഡ്, ആ ഡീഡിന് ഇപ്പോൾ വീട് വഖഫ് ഡീഡ് എന്നാണ് പറയുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു ബോഡി വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതൊരു ദാനമായിട്ടാണ് നമുക്ക് മനസ്സിലാകുക. ഈ ഗിഫ്റ്റ് ഈ ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന കോളേജ് അസോസിയേഷൻ മാനേജ്മെന്റാണ്. ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ, അത് കോഴിക്കോടുള്ള ഫറൂഖാണ്. അത് ആദ്യകാലം മുതൽ മുസ്ലിം വിദ്യാഭ്യാസ രംഗത്ത് MES ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ വന്നൊരു സ്ഥാപനമാണ്. അത് വലിയൊരു ബോഡിയാണ്. അവർക്ക് ആ സ്ഥാപനത്തിന് വഖഫ് ചെയ്തത്. അത് വഖഫ് ചെയ്യുന്നു എന്ന് അതിനകത്ത് 2-3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 തർക്കങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഈ വഖഫ് ചെയ്യുന്ന വസ്തുവിനകത്ത് അത് നമ്മളുടെ കൈവശത്തിലുള്ള ഭൂമിയായിരിക്കണം, പിന്നെ നമ്മളുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഭൂമിയായിരിക്കണം. അപ്പൊ ഇതൊരു പ്രശ്നം, ഇതൊരു പാട്ടഭൂമിയാണ്. അതുകൂടാതെ 1950 അവിടെ കുടിയാന്മാരുണ്ട്. കുറെ ആളുകൾ അവിടെ കുടി വെച്ചിട്ട് താമസിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കൈവശം എന്ന് പറയാൻ പറ്റില്ല. ഓൾറെഡി അവിടെ കുറെ കുടിയാന്മാരുണ്ട്. അപ്പൊ ഇതിന് 2 വിരുദ്ധമായിട്ടാണ്. അത് പൂർണ്ണമായിട്ടുള്ള കൈവശമില്ല, പിന്നെ അത് പാട്ടഭൂമിയാണ്. ഈ 2 കണ്ടീഷൻസ് ഈ വഖഫ് ചെയ്യുന്നതിന് വിരുദ്ധമാണ്. വഖഫ് ചെയ്യുമ്പോൾ അങ്ങനെ പാടില്ല. ഒന്ന്, ഒരാളുടെ വസ്തു പൂർണ്ണ കൈവശത്തിലായിരിക്കണം, പിന്നെ ആ വസ്തു അതിന്റെ ടൈറ്റിൽ, അതിന്റെ ഒരു ഉടമസ്ഥാവകാശത്തിൽ യാതൊരു തർക്കവും പാടില്ല. അപ്പൊ ഇത് 2 വിരുദ്ധമായിട്ടാണ് പാട്ടവസ്തുവാണ്, പിന്നെ അവിടെ കുടിയാന്മാരുള്ളത്. ഏതായാലും പുള്ളി 1950 ഗിഫ്റ്റ് ചെയ്തു. പിന്നെ ആ ഗിഫ്റ്റിന്റെ ഈ വഖഫിന്റെ കാര്യത്തിൽ വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അബ്സല്യൂട്ട് ആയിരിക്കണം, അവസാനമായിട്ടുള്ള ഒരു ദാനമായിരിക്കണം, അല്ല ഒരു ഗിഫ്റ്റ് ആയിരിക്കണം. ഇതിന് അതിനകത്ത് പിന്നെ കണ്ടീഷൻസ് പാടില്ല. ഇതിനകത്ത് 2 കണ്ടീഷൻ പറയാനുണ്ട്. ഒന്ന്, ഈ വിദ്യാഭ്യാസ ആവശ്യത്തിനാണ് ഈ ഭൂമി കൊടുത്തിട്ടുള്ളത്. അതെന്തെങ്കിലും കാരണവശാൽ അത് നടപ്പാക്കാൻ പറ്റില്ലെങ്കിൽ ഇവർക്ക് ഭൂമി തിരിച്ചെടുക്കാവുന്ന കണ്ടീഷൻ ഉണ്ട്. പിന്നെ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നും അതിനകത്ത് പറയുന്നുണ്ട്. വസ്തു വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഈ കണ്ടീഷൻ. ഇതൊന്നും വഖഫ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. വഖഫ് നിയമം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി അർപ്പിച്ചു കഴിഞ്ഞു, പിന്നീട് ഇയാൾക്കോ ഇയാളുടെ അവകാശികൾക്കോ തിരിച്ചെടുക്കാനോ ഒന്നും പറ്റില്ല. അതാണ് വഖഫിന്റേതായിട്ടുള്ള നിയമം. വഖഫ് ചെയ്യുന്നതിന് വിരുദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് ഈ 1950 ചെയ്ത ആധാരം അത് വഖഫല്ല, അതൊരു ഗിഫ്റ്റ് മാത്രമാണെന്നുള്ളതാണ് ഒരു തർക്കം. നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷ അടക്കം അതെ, ഇതൊരു ഗിഫ്റ്റ് ആണ്. നിങ്ങൾക്കിത് എന്നാണോ അത്തരത്തിലൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നത്, അന്ന് ഈ സ്ഥാപനം തിരിച്ച് ഞങ്ങൾക്ക് തരണം. എൻ്റെ അവകാശികൾ ഉണ്ടെങ്കിൽ അവർക്ക് മടക്കി കൊടുക്കണം. അപ്പൊ ഇതൊരിക്കലും വഖഫിന്റെ പരിധിയിൽ വരുന്നില്ല. കാരണം വഖഫിന്റെ നിയമാവലികളൊന്നും സത്താർ സെറ്റ് ഫോളോ ചെയ്തിട്ടില്ല. നന്ദി.